ഞാൻ പോവാ. എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാനാവില്ല. ഇന്നലെ നിങ്ങൾ ആരെ കൂടിയേനു? അന്റെ ഇക്കാക്കെങ്കി വരട്ട്, എന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും ഞാൻ. ഞാൻ ചെയ്തിന് എന്നാ നിന്റെ പ്രശ്നം? വേണ്ട, നിങ്ങൾ ഒന്നും ഇനി പറയണ്ട. നിങ്ങൾ എത്ര ദിവസം ഇവിടെ നേരം പേറ്റി വരുന്നു? ഇന്നലെ ഞാൻ അലക്കുമ്പോ നിങ്ങളെ ഷർട്ടിന്ന് ഒരു മുടിയും കിട്ടി. അന്റെ ഇക്കാക്കമാരിങ്ങ് വരട്ട്. അത് മാത്രമല്ല, ഷർട്ട് എടുക്കുമ്പോ തന്നെ സ്പ്രേന്റെ മണാന്ന്. നിനക്കെല്ലാം സംശയരോഗമാണ്. ഇന്നലെ പോയി എവിടെയും കാണിക്കേണ്ടത്. ഇന്ന് ഇതിനൊരു തീരുമാനമാക്കും ഞാൻ ഇക്കാക്കമാരിങ്ങ് വിളിക്കട്ടെ. ആർക്കാ സംശയം ഞാൻ നോക്കട്ടെ. നീ ആരെങ്കിലും വിളിക്കും, ഇക്കാക്ക എന്റെ കാരണവന്മാരെ ആരെങ്കിലും വിളിക്ക്. കൊറേ ഞാൻ സഹിക്കുന്നത്. ഇക്കാക്ക നിങ്ങൾ എവിടെയാ ഉള്ളത്? വേഗം ഷിയാസ്കാനെ കൂട്ടിട്ട് ഇവിടെ വലിയ പ്രശ്നം. ഇപ്പൊ തന്നെ വരണം, ഇല്ല പിന്നെ നിങ്ങൾ എന്നെ കാണൂല. അളി എന്താ പ്രശ്നം? അനക്കൊന്നും അറിയില്ല, നിങ്ങളെ പങ്ങളോട് ചോദിക്കുന്ന പ്രശ്നം. ഇക്കാക്ക നമുക്ക് പറയാനുണ്ട്, നിങ്ങൾ ഇങ്ങ് ഭാഗം. എന്നാണ് എന്റെ പ്രശ്നം? പറ. ഷിയാസ്ക, അനക്ക് നീടെ ഒത്തുപോകാനാവൂല. ഓർക്ക് ആരിലുമായിട്ട് എന്തൊക്കെ ബന്ധമെല്ലാം ഉണ്ട്. എനക്ക് മടുത്തു. ഞാൻ എന്റെ അങ്ങേയറ്റം സഹിച്ചു. നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല ഇക്കൊക്കെ എന്തല്ലോ. എന്റെ സെറീന, നിന്നെ കൊണ്ട് തോറ്റല്ലേ എപ്പം പ്രശ്നങ്ങൾ ഞാൻ. നിങ്ങൾ വന്ന നമുക്ക് ഓനോട് സംസാരിച്ചെടുക്കും. എന്നെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ഇനി എന്ത് സംസാരിക്കാനാ? എനക്കൊന്നും സംസാരിക്കാനില്ല. നീ എല്ലാം തീരുമാനിച്ചു ഞാന്നില്ല. ബാഗെല്ലാം എടുത്തിട്ട് രണ്ടാളും കൂടെ സംസാരിക്കണ്ട കുറച്ച്. നീ നാളെ നീടെ വന്നിരുന്ന അല്ല പോയപ്പോൾ എന്നായി പ്രശ്നം? നമുക്കൊരു സമാധാനം തരും. എന്നാ നിങ്ങൾ തമ്മിൽ പ്രശ്നം പറയാറാ. ഞാനെന്നാ ചെയ്യണ്ടേ? എന്റെ ഷർട്ടും പോന്ന ഒരു മുടിയങ്ങാൻ ഇവക്ക് കിട്ടീനെ പോലും. അതിന്റെ പേരിലാണ് ഈ പ്രശ്നം. കൊറേ ആയി ഞാൻ സഹിക്കുന്നത്. ഒരു മനസമാധാനം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അത് മാത്രമൊന്നല്ല ഇക്കാക്ക, എന്തെന്നാണ് എന്റെ പ്രശ്നം? നമ്മൾ ഈ തിരക്കിനൊക്കെ പാഞ്ഞു വരേണ്ട ആവശ്യമുണ്ട് ചെറിയ പ്രശ്നത്തിന്. എന്നാ സംഭവം എന്നാ? ഇക്കാക്ക ഇത് ചെറിയ പ്രശ്നം കാണാ. എന്റെ ജീവിത പ്രശ്നമല്ലേ ഇക്കാക്കക്ക്? ഇത് ഒന്നും പറയാനാവൂലെങ്കിൽ ഞാൻ എന്റെ മോളെയും കൂട്ടി അങ്ങോട്ടെങ്ങും പോകും. എന്നാലും എനക്കാവൂല. ഇത് എപ്പത്തെ പോലെയല്ല ഇക്കാക്ക. തെളിവ് കിട്ടിയിട്ടുണ്ട് എനക്ക്. എന്നാ എനിക്ക് കിട്ടിയ തെളിവ്? ഫോൺ വിളിക്കുന്നതിനെ കണ്ണാ അല്ലെ വേറെ ആരും ഒന്നിച്ചു പോകുന്ന അണ്ണ? നീ ഷാഫിക്ക, ഒന്നാമത് ഇക്ക ഈടുന്ന് പോകുമ്പോ അടിച്ച സ്പ്രേ അല്ല, വരുമ്പോ വേറെ ഒരു സ്പ്രേ എന്റെ വേണോ? അത് മാത്രമല്ല, എനിക്ക് ഇന്നലെ ഇക്കാന്റെ ഷർട്ട് അലക്കുമ്പോ അതിൽ വലിയൊരു മുടിയും കിട്ടീന്. പിന്നെ നീലപ്പുറം വേണ്ടേ? പിന്നെ ഒന്നാമത് ഇപ്പം വരാൻ എപ്പോ ലേറ്റ് ആവും. എന്തെന്നാണ് സെറീന? ഒരു മുടിയിട്ട പ്രശ്നം ഒരു സ്പ്രേ അല്ല. അതല്ല ഏർന്ന് നിന്റെ മുടിയങ്ങാറ്റ ഏരിക്കും. അതിനെ നീ ഇങ്ങനെ പ്രശ്നമാക്കുന്നേ? ഇക്കാക്ക ഇത് എന്റെ മുടിയല്ല ഇക്കാക്ക. എന്റെ മുടി എനക്കറിയാം. ഇത് എന്റെ മുടിയേ അല്ല, വേറെ ആരോ മുടിയാ. അനക്കാവൂല ഇക്കാക്ക, എനക്ക് മടുത്ത്. ഞാൻ കൊറേ ആയി സഹിക്കുന്നു. എന്റെ മോളെ ഓർത്തിട്ട് ഞാനിവിടെ പിടിച്ചേക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. നമുക്ക് ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ. നമ്മളൊരു ഉസ്താദ് എനിക്കറിയില്ലേ, ഓറെ കൊണ്ടുവന്നാലേ എല്ലാ അവിഹിതവും പിടിക്കും. ഓരോ അവിഹിതത്തിൽ പിടിക്കാൻ ഭയങ്കര ഉഷാറാണ്. അതിന് വിദഗ്ധനാണ്. നമുക്ക് ഓറെ കൊണ്ടുവരാൻ എന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ഇക്കാക്കമാർ മൊയിലേറെ കൊണ്ടുവരുമല്ലോ. ഇതോടെ എല്ലാം തീരും. നോക്കോ, എന്നിട്ട് ഞാൻ തീരുമാനിക്കും പോണോ വേണ്ടി എന്നുള്ളത്. ആ മൊയിലാൽ വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. എത്ര അവിഹിതങ്ങൾ നമ്മൾ പിടിച്ച്, ഇതും നമുക്ക് പിടിച്ചാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ബാക്കിയേ എന്താണ് നിങ്ങളെ പ്രശ്നം? ഉസ്താദ്, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? ഇവള് പറയുന്നത് ഇവർക്ക് അവിഹിതം ഉണ്ട്. നിങ്ങളാന്ന് കണ്ടുപിടിച്ച് തരണം, ഒരു തീരുമാനമാക്കണം. ഇത് ഇതെല്ലാം നമ്മൾ പുഷ്പം പോലെ കണ്ടുപിടിക്കൂലേ? നമുക്ക് ഈ പൊരിയും പരിസരമെല്ലാം ഒന്ന് കാണാം. അല്ലോ, അല്ലാ, മോളെ സെറീന, ഇതൊന്നും കൊണ്ടും പോരിക്കണ്ട. വീട് ഒരവിഹിതവും ഇല്ല, ഒന്നും നടക്കുകയില്ല ട്ടാ. നമ്മൾ പോട്ടെ മോനെ, പോട്ടെ. ഇതാണ് വെച്ച വളരെ ഉപകാരം. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഒന്നും കൊണ്ട് പോരിക്കണ്ട. വാ. ഉസ്താദ് സംഭവം തന്നെ അല്ലേ? എത്ര പെട്ടെന്നാ ഇത് കണ്ടുപിടിച്ചേ. സെറീന, പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീർന്ന്
ഇനിയിപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ രണ്ടാളും ജീവിക്കുക. വേഗം കൊടുത്ത് വേഗം ഉള്ളിൽ പോയട്ടെ. സോറി ഇക്ക, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ക്ഷമിക്കട്ടെ. ബാ. എല്ലാ ഉസ്താദ് നിങ്ങൾ ഭയങ്കര സംഭവം നിന്നല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചത്? അല്ല ഹിമാറെ, നീ ആരും ഒരു ഷഡ്ഡി ഇട്ടിട്ട് കണ്ടിട്ടില്ലേ? നൂൽ പൊറോട്ട പോലെ ഇല്ലേ കാണുമ്പോൾ? ഇങ്ങനത്തെ ഷഡ്ഡി ഇട്ടിട്ട് ആരെങ്കിലും അവിഹിതത്തിന് പോവോ? നിങ്ങളൊരു സംഭവം തന്നെ ഉസ്താദെ. നമുക്ക് പോയാലോ?